ഇന്നലെ പറഞ്ഞ സിംഗ്പിക്കായ കാൻറ്റാബിൾ റീറ്റെയിൽ ലിമിറ്റഡിൽ സെയിം ഡേ തന്നെ 2 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 250 ആൻഡ് 258 ആണ് ടാർഗറ്റ് പറഞ്ഞത്. സോ ഇന്ന് ഹൈ പോയത് അറൌണ്ട് 278 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്ത് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ആണ്. 243 ഓപ്പൺ ചെയ്തത്. സോ ഹൈ പോയിരിക്കുന്നത് മോർ ദാൻ 13% ഒരു സ്ട്രോങ് മൊമെന്റം ആയിരുന്നു കാൻറ്റാബിൾ റീറ്റെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ. മറ്റ് സ്റ്റോക്ക് TMCV റീസെന്റ് പറഞ്ഞ സിംഗ്പിക് ആണ്. സോ TMCVയിലും ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റ് ആണ്. 449 ആണ് ടാർഗറ്റ് പറഞ്ഞത്. ഇന്ന് 447 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് TMCV. ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന നോക്കാം. DLFിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 651 ആയിരുന്നു DLFിന്റെ ലെവൽ, എൻട്രി ലെവൽ. 651 ബ്രേക്ക് ചെയ്തു. 6 പോയിന്റ്സ് 6 പോയിന്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് DLFിൽ. CG പവറിൽ സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവ് ആയത്. എക്സാക്ട്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു സ്ട്രോങ് സെൽ ഓഫ് ക്യാൻഡിൽ ആയിരുന്നു. 965 ലെവൽ ബ്രേക്ക് ചെയ്തു. രണ്ടാമതും റീടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു സെൽ ഓഫ് കാണാൻ സാധിക്കും. സോ 965 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് പറഞ്ഞിരുന്നു. 9 പോയിന്റ്സിന്റെ ടാർഗറ്റ്, 8 to 9 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്. സോ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് 1095 ബ്രേക്ക് ചെയ്താലായിരുന്നു ബൈ. സോ 1095 ബ്രേക്ക് ചെയ്തു. ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി ഒരു സ്ട്രോങ് മൊമെന്റം ആയിരുന്നു ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൽ. നാളത്തേക്കുള്ള സിംഗ്പിക്കിന്റെ ഓർവ്യൂ നോക്കാം. സോ ആസ് ഓഫ് നൗ ഈ ഒരു സ്റ്റോക്ക് R3 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ബ്രേക്ക് ഔട്ട്, തേർഡ് റെസിസ്റ്റൻസ്. LTP ഈസ് ഗ്രേറ്റർ ദാൻ R3. നോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. DVM സ്കോർ നോക്കുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് പെർഫോമർ ആണ്. ബട്ട് മൊമെന്റം ക്ലിയർലി ബുള്ളിഷ്. ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്, 3 മൂവിംഗ് ആവറേജിന് എബോവ് ആണ് ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക്. പെഗ് റേഷ്യോ ലോ ആണ്. ROA ഇംപ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് 2 years. റിട്ടേൺ ഓൺ അസറ്റ്സ്. സോ ഇൻക്രീസിങ് റവന്യൂ ഇംപ്രൂവ് ആവുന്നുണ്ട്. പ്രോഫിറ്റ്സ് ഇംപ്രൂവ് ആവുന്നുണ്ട് 3 ക്വാർട്ടർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. ആനുവൽ നെറ്റ് പ്രോഫിറ്റും ഇംപ്രൂവ് ആവുന്നുണ്ട്. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ഉള്ള ഒരു കമ്പനിയാണ്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്, ഹൈ വോളിയം, ഹൈ ഗെയിൻ. ഇതേപോലെ വോളിയം ഷോക്കറിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ ഒരു മിഡ് റേഞ്ച് വാല്യുവേഷൻ ആണ്. മൊമെന്റം എബോവ് ആവറേജ് ആണ്. 50 ആണ് ആവറേജ് മൊമെന്റം സ്കോർ. സോ ഓൾമോസ്റ്റ് 56 ആണ് കറന്റ് സ്കോർ ഈ ഒരു സ്റ്റോക്കിന്റെ. സ്റ്റോക്കിന്റെ പേര് NDR ഓട്ടോ. NDR ഓട്ടോ കമ്പോണൻസ് ആണ്. NDR ഓട്ടോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 891 ആണ്. ഇന്ന് ഹ്യൂജ് വോളിയം ഉണ്ടായിരുന്നു NDR ഓട്ടോ ലിമിറ്റഡിൽ. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. NDR ഓട്ടോ ലിമിറ്റഡ്, കമ്പോണൻസ് ലിമിറ്റഡ്. സോ NDR ഓട്ടോ കമ്പോണൻസിലെ ഈ ഒരു ഫോർമേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വോളിയം നോക്കുകയാണെങ്കിൽ അറിയാം. സോ എക്സാക്ട്ലി ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാനലാണ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത്. സോ 891 കറന്റ് മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ നാളത്തെ ഓപ്പണിംഗ് പ്രൈസ് ഇതിന് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ആൻഡ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം 947, 992. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 845 ആണ്. 845 താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനെങ്കിലായിരിക്കും നമ്മുടെ SL ട്രിഗർ ആവുകയുള്ളൂ. സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. NDR ഓട്ടോ കമ്പോണൻസ് ലിമിറ്റഡ്. സോ കംപ്ലീറ്റ് അനാലിസിസ്, സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം ജൂബിലിയൻ ഫുഡ് വർക്സിന്റെ 15 മിനിറ്റ്സ് ചാർട്ട്. ജൂബിലിയൻ ഫുഡ് വർക്സ് നല്ലൊരു ഫോളിന് ശേഷം ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 431 ആണ്. 433.2 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി. 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 426 ആണ്. 426 ബ്രേക്ക് ചെയ്താൽ 422 വരെ ആയിരിക്കും ടാർഗറ്റ്. നെക്സ്റ്റ് കോൾ ഇന്ത്യയിൽ 440 ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ. 440 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് കോൾ ഇന്ത്യ. ഷോർട്ടിംഗ് ലെവൽ 436 ബ്രേക്ക് ചെയ്താൽ 432 വരെ ആയിരിക്കും കോൾ ഇന്ത്യ ടാർഗറ്റ്. സോണാകോംസിലും നല്ലൊരു സ്ട്രോങ് മൊമെന്റം ആയിരുന്നു. സ്റ്റോക്ക് ഗെയിൻ ചെയ്ത് നിയർ അബൌട്ട് 7%. സോ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഓൾറെഡി ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫർദർ മൂവ് 673 ബ്രേക്ക് ചെയ്താലായിരിക്കും. 673 ബ്രേക്ക് ചെയ്ത 6 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 657 ആണ്. 657 ബ്രേക്ക് ചെയ്താൽ
651 വരെ ആയിരിക്കും ടാർഗറ്റ്. 6 പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും സോണ കോംസിൽ. ഇൻഡസ് ഇൻ ബാങ്ക് 950 ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. സോ മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക് ചെയ്യാൻ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ബട്ട് ഫെയിൽ ആയിട്ടുണ്ട്. സോ 1, 2, 3, 4 ടൈംസ്, ഓൾമോസ്റ്റ് 4 ടൈംസ് 950 ലെവൽ ബ്രേക്ക് ചെയ്യാൻ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇൻ കേസ് ഇത് ബ്രേക്ക് ആണെങ്കിൽ നല്ലൊരു മൂവ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് 8 to 9 പോയിന്റ്സ്, 8 to 9 പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ കേസ് ഒരു റിവേഴ്സൽ ഉണ്ടാവുകയാണെങ്കിൽ 939 ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ലെവൽ അല്ലെങ്കിൽ ഷോർട്ടിംഗ് ലെവൽ. സോ ടാർഗറ്റ് ആയിട്ട് 931 വരെ പ്രതീക്ഷിക്കാം. ഇൻട്രാഡേ പിക്കിൽ ലാസ്റ്റ് വൺ CDSL. CDSL 1358 ബ്രേക്ക്ഔട്ട് ബൈങ് ലെവൽ ആയിരിക്കും, 10 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 1335 ആണ്. 1335 ബ്രേക്ക് ചെയ്ത് 10 പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.